നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി 9ാമത്തെ ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ്. ഭൗമ അപാഹൃത കുണ്ടലം തത് അതിതേഹേ ദാതും. ഭൗമ അപാഹൃത കുണ്ടലം തദതിതേർ ദാതും പ്രയാതഃ ദിവം ശക്രാദ്യൈഃ മഹിതഃ. ശക്രാദ്യൈർമഹിതഃ സമം ദയിതയാ ദ്യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപതരും രുഷാഭിപതിതം ജിത്വാ ഇന്ദ്രം അഭ്യാഗമഃ. ജിത്വേന്ദ്രമഭ്യാഗമഃ തത്തു ശ്രീമദദോഷ ഈദൃശഃ ഇതി വ്യാഖ്യാതും ഏവ അകൃതാഃ. വ്യാഖ്യാതുമേവാകൃതാഃ. ഇവിടെ നരകാസുരൻ തട്ടിക്കൊണ്ടുപോയ അതിഥേഹേ, അതിഥിയുടെ ദേവമാതാവായ അതിഥിയുടെ തത് ഭൗമ അപാഹൃതം. ഭൗമൻ നരകാസുരനാൽ അപാഹൃതം അപഹരിക്കപ്പെട്ട കുണ്ടലം, ആ കുണ്ടലങ്ങളെ ദാതും നേരിട്ട് കൊടുക്കുവാൻ ദിവം പ്രയാതഃ ഭഗവാൻ ആ സ്വർഗലോകത്തേക്ക് പോയി. അപ്പൊ കൂടെ സത്യഭാമയും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സത്യഭാമയുടെ സൗന്ദര്യം കണ്ട് ആ അപ്സര സ്ത്രീകൾ പോലും നാണിച്ചുപോയി എന്ന് പറയാണ്. അതാണ് ദ്യുസ്ത്രീഷു, ആ അപ്സര സ്ത്രീകളിൽ ദത്തഹ്രിയ, ലജ്ജ ഉണ്ടാക്കിയ, അത്രയും സുന്ദരിയായിട്ടുള്ള ദയിതയാ സമം, തൻ്റെ പത്നിയായിട്ടുള്ള സത്യഭാമയോടുകൂടെ ശക്ര ആദ്യൈഹി, ആദ്യം ദേവേന്ദ്രനും മറ്റുമൊക്കെ മഹിതഃ വളരെയധികം സത്കരിച്ചു. എന്നാൽ അവിടെ പാരിജാതം കണ്ടപ്പോൾ സത്യഭാമയ്ക്കൊരാഗ്രഹം, ആ പാരിജാതം തങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരാഗ്രഹം. സ്വാഭാവികമായും ഈ മധുവിധുകാലത്ത് ഭാര്യമാർ എന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാർ സാധിച്ചു കൊടുക്കുന്നതാണ്. ഇത് കേൾക്കേണ്ട താമസം ഭഗവാൻ ആ പാരിജാതത്തെ, അതാണ് കൽപ്പതരും ഹൃത്വ, അങ്ങനെ തന്നെ പിഴുത് എറിഞ്ഞിട്ട്, എന്നാൽ ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് സഹിച്ചില്ല. അങ്ങനെ രുഷാ, ദേഷ്യം വന്നിട്ട് അഭിപതിതം, തന്നോട് ഏറ്റുമുട്ടാൻ വന്ന ഇന്ദ്രം, ആ ഇന്ദ്രനെ ജിത്വ, ജയിച്ചിട്ട് അഭ്യാഗമഃ, ദ്വാരകയിലേക്ക് തിരിച്ചു പോന്നു. അപ്പൊ ഇത് എന്തിനാണ് ഇത് ഭഗവാൻ ചെയ്തത് എന്ന് പറയാണ്. തതു, ഈ ഒരു പ്രവൃത്തിയാകട്ടെ ശ്രീമദദോഷഃ, ഈ ഐശ്വര്യം ഒരുപാട് കൂടുമ്പോൾ അതും ദോഷമാണ്, മനുഷ്യൻ അഹങ്കാരിയായി പോകും എന്ന് ഈദൃശഃ, ഇതുപോലെ അഹങ്കാരികളാകും, ഇതി വ്യാഖ്യാതും എന്ന് ഈ മാലോകർക്ക്, ഈ ലോകത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനാണ് ഭഗവാൻ ഏവ അകൃതാഹ ഇപ്രകാരം ചെയ്തതെന്ന്
മേൽപ്പത്തൂർ പറയുകയാണ്. അപ്പോൾ ഇവിടെ അതിഥിയുടെ കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാൻ, ആ നരകാസുരൻ അപഹരിച്ചു കൊണ്ടുവന്ന കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാനായി ഭഗവാൻ ദേവലോകത്ത് പോയി. അവിടെ അതിസുന്ദരിയായിട്ടുള്ള സത്യഭാമയെ കണ്ട് ആ ദേവസ്ത്രീകൾ കൂടി നാണിച്ചുപോയി എന്ന് പറയാണ്. അവിടെ വെച്ച് ആ പാരിജാത വൃക്ഷം തനിക്ക് വേണമെന്നൊരാഗ്രഹം സത്യഭാമ പറഞ്ഞതും അത് വേരോടെ ഇങ്ങോട്ട് പറിച്ചെടുത്തു. ഇത് കണ്ടപ്പോ ദേവേന്ദ്രൻ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നരകാസുരനെ കൊന്നതെന്നും ആ നരകാസുരനെ കൊന്നു കഴിഞ്ഞു വരുന്ന വരവാണ് ഇതെന്നു പോലും ഓർക്കാതെ ആ ദേവേന്ദ്രൻ പെട്ടെന്ന് ആ ഭഗവാനോട് എതിർക്കാൻ ചെന്നു. എന്നാൽ വളരെ നിഷ്പ്രയാസം ദേവേന്ദ്രനെ തോൽപ്പിച്ചിട്ട് ഭഗവാൻ ആ പാരിജാതവും എടുത്ത് ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, ഈ ശ്രീ ഐശ്വര്യം ഒരുപാടായാലും ആളുകൾക്ക് ദോഷമാണ്. അപ്പൊ എല്ലാം വളരെ മിതമായിട്ടേ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഐശ്വര്യം കൂടിപ്പോയാൽ ആളുകൾക്ക് ഈ അഹങ്കാരം കൂടും എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ എന്നതുപോലെയായിരുന്നു ഭഗവാൻ ഈ ഒരു പാരിജാതത്തെ പിഴുത് എടുത്തു കൊണ്ടുവന്നത് എന്ന് പറയാണ്. ശ്ലോകം 9. ഭൗമാപാഹൃതകുണ്ടലം തദിതിർദാതും പ്രയാതോ ദിവം ശക്രാദ്യൈ മഹിത സമം ദൈതയാ ജുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും ദുഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ തത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേവാകൃതാ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ നാരായണീയ ഉപാസകർക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടതിരിപ്പാടിനും വേദവ്യാസനും ഗുരുക്കന്മാർക്കും പൂർവികർക്കും എല്ലാ ദേവശക്തികൾക്കും വിനീത നമസ്കാരം. 81 ദശകത്തിലെ 9ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാന്റെ വിചിത്ര ലീലകളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതിലും എന്തിലും ഭക്തന്മാരെ ഉദ്ധരിക്കുന്നതായ ഒരംശവും അതുപോലെ ഉപദേശങ്ങളുടെ ചില വശങ്ങളും ഉണ്ടാവാറുണ്ട്. നരകാസുരവധം കഴിഞ്ഞപ്പോൾ നരകാസുരൻ ദേവലോകത്തു നിന്നും അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വരുണൻ്റെ വെൺകൊറ്റക്കൊടയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഭഗവാന്റെ കയ്യിലാണ്. അത് അവരെ ഇവിടെ വിളിച്ചു കൊടുക്കുകയല്ല നല്ലത്, താൻ തന്നെ ഒന്ന് പോയിട്ട് വരാം ദേവലോകത്ത് എന്ന് വിചാരിച്ചു. ദേവലോകത്തുനിന്ന് പോയി കാണുകയും ചെയ്യാം. ഇത് കേട്ടപ്പോൾ സത്യഭാമയ്ക്കും താല്പര്യം തോന്നി. ഞാനും ഉണ്ട് കൂടെ. ഭഗവാന്റെ പത്നിമാരിൽ സൗന്ദര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടും അതിപ്രസിദ്ധയാണ് സത്യഭാമ. സാധാരണ പറയാറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റേത് മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയും കൂടി സത്യഭാമയ്ക്കുണ്ടത്രേ. അത് പല അപകടവും വരുത്തി വച്ചിട്ടുമുണ്ട്. ഇല്ലാന്നില്ല. ഏതായാലും സത്യഭാമയോട് കൂടിയിട്ടാണ് ദേവലോകത്തേക്ക് പോകുന്നത്. കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാനും വെൺകൊറ്റവട തിരിച്ചു കൊടുക്കാനുമാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ദേവസ്ത്രീകൾക്ക് സത്യഭാമയുടെ സൗന്ദര്യവും സാമർഥ്യവും കണ്ടപ്പോൾ തങ്ങളൊന്നുമല്ല എന്ന് തോന്നി, ലജ്ജ തോന്നി. ഇത്രയും അവർക്കുണ്ടായിരുന്ന ആ സൗന്ദര്യമതവും ഒക്കെ ഇല്ലാതാവുകയാണ് സത്യഭാമയെ കണ്ടപ്പോൾ തന്നെ. നമുക്ക് തോന്നും നമ്മളൊക്കെയാണ് സമർത്ഥരും, നമ്മളൊക്കെയാണ് കേമരും എന്നൊക്കെ തോന്നുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ താഴെയും കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ മേലെയും കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് സുഖമായ കാര്യം. കുണ്ടലം തിരിച്ചു കൊടുത്തു, വെൺകൊറ്റക്കുട തിരിച്ചു കൊടുത്തു. ദേവേന്ദ്രനും മറ്റ് ദേവസമൂഹങ്ങളും എല്ലാവരും ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാനെയും സത്യഭാമയൊക്കെ വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു.
എല്ലാം ചെയ്തു. പല കാര്യങ്ങളും ഇന്ദ്രന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പം ഉണ്ടായത്, നരകാസുരവധവും ഈ തിരിച്ചു കൊടുക്കുന്നതായ അവസ്ഥയൊക്കെ. എത്രയോ പ്രാവശ്യമാണ് ഇന്ദ്രന് വേണ്ടി ഭഗവാൻ ഉപേന്ദ്രന് ഭഗവാൻ പേര് വരാൻ തന്നെ കാരണം ഇന്ദ്രന് ആപത്ത് വരുമ്പോഴൊക്കെ ഭഗവാൻ തന്നെയാണ് മുന്നിട്ട് വന്ന് ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതൊക്കെ. പക്ഷെ പലപ്പോഴും ഇന്ദ്രന് മതം ഉണ്ടാവാറുണ്ട്, തൻ അഷ്ടദിക്പാലകന്മാരിലെ ഏറ്റവും കേമനാണെന്നൊക്കെ ഒരു തോന്നൽ. ഏതായാലും ആ അവസ്ഥയിൽ അവിടെ അങ്ങനെ ഭഗവാനും സത്യഭാമയും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ദേവലോകമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ പാരിജാത വൃക്ഷം കണ്ടത്. വാടാമലരുള്ളതും സുന്ദരമായതും ദേവലോകത്തെ പ്രസിദ്ധമായിട്ടുള്ളതായ വൃക്ഷമാണ് പാരിജാത വൃക്ഷം. അത് കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് തോന്നി അത് കിട്ടിയാൽ തിരക്കേടില്ല എന്നുള്ളത്, കൊണ്ടുപോകണമെന്ന് തോന്നുകയാണ്. അത് ഭഗവാനോട് ചെവിയിൽ പറയുകയും ചെയ്തു, നന്നായിരിക്കുന്നുണ്ട്, നമുക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഭഗവാൻ തോന്നാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ളതായ ആ പാരിജാത വൃക്ഷത്തിൻ്റെ വേണമെങ്കിൽ ഒരു തയ്യോ ചെടി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത് പറിച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ട് ആ സമയത്ത് കോപിച്ചുകൊണ്ട് ഇന്ദ്രൻ ഭഗവാനെ എതിർക്കുകയാണ്. ദേവലോകത്തെ വൃക്ഷം ഭൂമി കൊണ്ടുപോയാൽ ദേവലോകവും ഭൂമിയായിട്ട് എന്താ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളൊരു വിചാരം, തൻ്റെ ദേവലോകം കേമമാണെന്നൊരു അഹങ്കാരവും ഉണ്ടായിരുന്നിരിക്കാം ഇന്ദ്രന്. അങ്ങനെ ചാടി വീണതായ ഇന്ദ്രനെ രണ്ടു കൊടുക്കേണ്ടി വന്നു. അർത്ഥം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ദ്രൻ്റെ അഹങ്കാരം കളഞ്ഞു ഭഗവാൻ. ഒന്നിലും അഹങ്കരിക്കരുത്, എല്ലാം നിയോഗം പോലെ വന്നു ചേരുന്നതും വിട്ടുപോകുന്നതുമാണ് എല്ലാ വസ്തുക്കളും എന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ശ്രീമതദോഷം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐശ്വര്യമതം ഉണ്ടായി എന്നാണ് പറയുക ഇന്ദ്രന്. ഇതൊക്കെ താൽക്കാലികമാണ്. ഈ ഐശ്വര്യങ്ങളും ഇന്ദ്രപദവിയും ഒക്കെ താൽക്കാലികമാണെന്ന ബോധം ഉണ്ടാവണ്ടേ, എല്ലാവർക്കും വേണ്ടതല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ഒരു ഭാഗത്ത്. എന്തെല്ലാം കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ട് ഇന്ദ്രനായിട്ടുള്ളതായ മത്സരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഗോവർദ്ധന ഉദ്ധാരണ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലും. അപ്പോൾ ഒക്കെ തന്നെയും ഭഗവാനെ വേണ്ട പോലെ അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ദ്രൻ്റെ ഒരു വ്യാഖ്യാനം ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന ആളെന്നും കൂടി പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഈ സമയത്ത് തന്നെ ഇന്ദ്രൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണല്ലോ നരകാസുരനെ വധിച്ചതും. ഒക്കെ മറന്നു പോവാണ്, നന്ദികേട് കാണിക്കുക എന്നൊക്കെ പറയാൻ വേണമെങ്കിലൊക്കെ തന്നെ. ഏതായാലും ഇന്ദ്രൻ മതം ഇല്ലാതാക്കി തീർത്തുകൊണ്ട് ആ പാരിജാത വൃക്ഷവും ഒക്കെ ആയിട്ട് ഭഗവാൻ തിരിച്ച് ദ്വാരയിലേക്ക് എത്തുകയാണ്. ഇതിന് വിസ്താരമായൊരു വ്യാഖ്യാനം വേറെയുണ്ട്, അതിപ്പോൾ ചുരുക്കിയ സമയം കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്, അത് പിന്നെ പറയാം. ഏതായാലും ഇവിടെ സത്യഭാമയുടെ ആഗ്രഹവും സാധിച്ചു, ഇന്ദ്രൻ്റെ ഐശ്വര്യമതം ഇല്ലാതാക്കുകയും ചെയ്തു, നരകാസുരവധവും ചെയ്തു. കിട്ടിയതായ സാധനങ്ങൾ ദേവലോകത്തേക്ക് വേണ്ടത് ദേവലോകത്ത് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രത്യേകതകൾ എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതൊക്കെ മനസ്സിലാക്കി നമ്മളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് ചെയ്യുക, അഹങ്കരിക്കാതിരിക്കുക, ഈശ്വരനെ ആശ്രയിക്കുക. ഇതൊക്കെ നല്ലതാണെന്ന് ഈ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹരിശരണം.